വി ബാലഗോപാൽ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ബാലു, നിയമനിർമ്മാണ സഭകൾക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുന്ന ഒരു തീരുമാനം കൂടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത്. തീർച്ചയായും നിയമനിർമ്മാണ സഭകളുടെ അധികാരം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദം സംബന്ധിച്ച് ഈ ബില്ലുകളിൽ ഗവർണർമാർ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് വിശദീകരിച്ചിരിക്കുന്ന ഭരണഘടനയുടെ 200-ാം വകുപ്പിന് കൃത്യമായൊരു ഇൻ്റർപ്രിട്ടേഷനാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ ഇതിനകത്ത്, അതായത് ഈ 200-ാം അനുച്ഛേദത്തിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്നതിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പല ഗവർണർമാരും പല തരത്തിലായിരുന്നു വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നത്. കേരളത്തിലൊക്കെ നമുക്കറിയാം പല ബില്ലുകളും ഏതാണ്ട് 2 വർഷത്തോളം പിടിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് സംസ്ഥാനം ഈ സുപ്രീം കോടതിയിൽ എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ തമിഴ്നാട്ടിലും സമാനമായ രീതിയിലായിരുന്നു സംഭവിച്ചിരുന്നത്. തമിഴ്നാട്ടിൽ അങ്ങനെ ഗവർണർ ചെയ്ത നടപടികളെ ഭരണഘടനാ വിരുദ്ധവും ഏകപക്ഷീയവും എന്നാണ് സുപ്രീം കോടതി ഇന്നത്തെ ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഫലത്തിൽ ഈ രാഷ്ട്രപതിക്ക് രാഷ്ട്രപതി പിന്നെ തിരിച്ചയക്കുകയും ഒക്കെ ചെയ്തതിന് എന്ത് നിയമസാധ്യതയായിരിക്കും ഉണ്ടായിരിക്കുക എന്നത് ഈ വിധിയുടെ പൂർണ്ണ രൂപം ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഫലത്തിൽ അത് കേൾക്കുമ്പോൾ, നമുക്ക് ഈ വിധി പ്രസ്താവം കേൾക്കുമ്പോൾ ആ രാഷ്ട്രപതിയുടെ തുടർ നടപടികൾ പോലും ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന്. അതായത് ഇങ്ങനെ അയച്ചത് ഭരണഘടനാ വിരുദ്ധമായതിനാൽ രാഷ്ട്രപതി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നിലനിൽക്കില്ല എന്നുമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരള നിയമസഭ പാസ്സാക്കിയ ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയും രാഷ്ട്രപതി അത് തിരിച്ചയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബില്ലിൻ്റെ പൂർണ്ണ രൂപം ലഭിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നതായിരിക്കും. ഏതായാലും ചരിത്രപരമായ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തിലധികം രാജ്യത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ് ഈ ഗവർണർമാർ നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ, അതിൻ്റെ ഭരണഘടനാ സാധുത. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും പഞ്ചാബിലുമൊക്കെ സർക്കാരുകൾ നിരന്തരം ഈ ഗവർണർമാരുടെ അധികാരങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് ഈ വ്യവഹാരങ്ങളും മറ്റും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സുപ്രീം കോടതിയുടെ ഈ വിധിക്ക് പ്രസ്താവത്തിന് വളരെ വലിയ മാനമാണ് ഉള്ളത്. ഇന്ന് തന്നെ കേരളത്തിൻ്റെ ഹർജി ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെയും ജസ്റ്റിസ് PS നരസിംഹയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഇനിയൊരു നിയമയുദ്ധമൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഒരു ടൈം ഫ്രെയിം സുപ്രീം കോടതി നിശ്ചയിച്ചിരിക്കുകയാണ്. ആ ടൈം ഫ്രെയിം ആയിരിക്കും ഇനി മറ്റ് ബെഞ്ചുകളെ സംബന്ധിച്ചും ഇത്തരം കേസുകളിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്ന. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഈ വിധി ഈ സമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ 2 ഹർജികളും ഒരു ബെഞ്ചിലേക്ക് മാറ്റണം എന്ന ഒരു തീരുമാനമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായും കോടതിയുടെ മുന്നിലേക്ക് വരിക. ആ രീതിയിൽ ഇന്നത്തെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിപ്പോ ഒരു വിധി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു തീരുമാനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലായിടത്തേക്കും ആപ്ലിക്കബിൾ ആകും എന്നുള്ളത് കൊണ്ട് വലിയൊരു കോൺഫിഡൻസ്, വലിയൊരു ആത്മവിശ്വാസം കൂടി കിട്ടുന്നുണ്ടോ സംസ്ഥാന സർക്കാരിന്? സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആത്മവിശ്വാസം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം വളരെ കൗതുകരമായ കാര്യം, ഈ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണക്കുറുപ്പ് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഈ കേസിൽ, അതായത് സംസ്ഥാനത്തിൻ്റെ കേസ് നടത്തുന്നതിന് വേണ്ടി, സംസ്ഥാനം ഗവർണർക്കെതിരെ നൽകിയിരിക്കുന്ന കേസിൽ ഹാജരാകുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് K. ഗോപാലകൃഷ്ണക്കുറുപ്പ് ഇന്നലെ മുതൽ അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തമിഴ്നാട് കേസിൻ്റെ ഈ വിധി പ്രസ്താവിക്കുന്ന സമയത്തും അഡ്വക്കേറ്റ് ജനറൽ ഉണ്ടായിരുന്നു. മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാലുമായി അതിനുശേഷം നമ്മുടെ കേരളത്തിൻ്റെ ഏജ് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെ കേരളത്തിൻ്റെ ഈ ഹർജി വരുമ്പോൾ ജസ്റ്റിസ് JB പർഡിവാലയുടെ ഈ വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വിധി കേരളത്തിനും ആപ്ലിക്കബിൾ ആക്കണം എന്നൊരു ഉത്തരവ്, എന്നൊരു ആവശ്യമായിരിക്കും സംസ്ഥാനം ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൻ്റെ കാര്യത്തിലും കേരളം സർക്കാർ ആഗ്രഹിക്കുന്ന പോലൊരു ഉത്തരവ് വൈകാതെ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകാനാണ് സാധ്യത.